ഞാൻ ഡോക്ടർ സൂസൻ ജോസഫ്, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലാസൻ്റ അല്ലെങ്കിൽ മറുപിള്ള താഴെയായിരിക്കുന്ന അവസ്ഥ, പ്ലാസൻ്റ പ്രീവിയ ലോ ലൈൻ പ്ലാസൻ്റ എന്ന കണ്ടീഷനെ കുറിച്ചാണ്. പലർക്കും ഈ പ്ലാസൻ്റ താഴെയായി കഴിഞ്ഞാൽ നമുക്ക് സാധാരണ പോലെ ഒരു നടക്കാമോ, സെക്ഷുവൽ ലൈഫ് പറ്റുമോ, അതുപോലെ ഇത് നോർമൽ ഡെലിവറിക്ക് പറ്റുമോ, അങ്ങനെ പല വിധത്തിലുള്ള സംശയങ്ങൾ സാധാരണ ഈ സ്കാൻ കഴിയുമ്പോൾ പ്ലാസൻ്റ താഴെയാണെന്ന് കാണുമ്പോൾ ഗർഭിണികൾ ചോദിക്കാറുണ്ട്. അപ്പോൾ എപ്പോഴാണ് ഈ പ്ലാസൻ്റ പ്രീവിയ അല്ലെങ്കിൽ പ്ലാസൻ്റ ലോ എന്ന് നമ്മൾ പറയുന്നത് ചോദിച്ചാൽ, നമ്മൾ സാധാരണ 16 ആഴ്ചയ്ക്ക് ശേഷം പ്ലാസൻ്റ താഴെയാണെങ്കിലാണ് അതിന് സിഗ്നിഫിക്കൻസ് ഉള്ളത്. സാധാരണ ND സ്കാൻ 3-ാം മാസത്തിലെ സ്കാൻ കഴിഞ്ഞ് പ്ലാസൻ്റ താഴെയാണെന്ന് വരുമ്പോൾ അതിനത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ND സ്കാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ സ്കാൻ ചെയ്യുന്നത് 5-ാം മാസത്തിലാണല്ലോ, അനോമലി സ്കാൻ. ഈ അനോമലി സ്കാനിൽ പ്ലാസൻ്റ താഴെയായിട്ട് വന്ന് കഴിയുമ്പോൾ അതിൽ പ്ലാസൻ്റ യൂട്രസിൻ്റെ നെക്കിൽ നിന്ന് പ്ലാസൻ്റയുടെ എഡ്ജ് 2 സെൻറ്റിമീറ്ററിലും താഴെയാണെങ്കിൽ അത് ലോ ലൈൻ പ്ലാസൻ്റ എന്ന് പറയും. ഈ പ്ലാസൻ്റ ഈ സർവിക്സിൻ്റെ യൂട്രസിൻ്റെ നെക്കിൻ്റെ മുകളിലായിട്ടാണ് സിറ്റുവേറ്റഡ് എങ്കിൽ നമ്മളതിന് പ്ലാസൻ്റ പ്രീവിയ എന്ന് പറയും. ഇങ്ങനെ ഈ സമയത്ത് കാണുന്ന പ്ലാസൻ്റ ലോ ആയിട്ടുള്ള പൊസിഷനിൽ 10-9 യൂഷ്വലി പ്ലാസൻ്റ പ്രഗ്നൻസി അഡ്വാൻസ് ചെയ്ത് കഴിയുമ്പോൾ അത് നോർമൽ പൊസിഷനാകുന്നതാണ് കാണുന്നത്. അപ്പോൾ ടേം ആയി കഴിയുമ്പോൾ 200-ൽ 1 ചാൻസൊക്കെയാണ് ഈ പ്ലാസൻ്റ ലോ ആകാനായിട്ട് സാധാരണ ഗർഭിണികളിൽ കാണുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പ്ലാസൻ്റ താഴെയാകാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്ന് നോക്കിയാൽ, സാധാരണ ഏജ് കൂടുമ്പോൾ ഒരു 35 അല്ലെങ്കിൽ 40 ഇയേഴ്സിന് മുകളിലൊക്കെ പ്രഗ്നൻസി ആകുമ്പോൾ ഈ പ്ലാസൻ്റയുടെ സാധ്യത, പ്ലാസൻ്റ ലോ ആകാൻ്റെ സാധ്യത കൂടുതലാണ്. അതുപോലെ IVF പ്രഗ്നൻസി, മൾട്ടിപ്പിൾ പ്രഗ്നൻസി, അതുപോലെ പ്ലാസൻ്റ മൾട്ടിപ്പിൾ പ്രഗ്നൻസിയിലൊക്കെ വലുതാകുമല്ലോ, അപ്പം പ്ലാസൻ്റയുടെ എഡ്ജ് താഴെയാവാൻ സാധ്യതയുണ്ട്. പ്രീവിയസ് സർജറീസ് ചെയ്തിട്ടുള്ളവർ, അതിപ്പം പ്രീവിയസ് സിസേറിയൻ ആകാം, അല്ലെങ്കിൽ പ്രീവിയസ് യൂട്രസിൻ്റെ ഫൈബ്രോയിഡ് റിമൂവ് ചെയ്ത മയോമെക്ടമി സർജറി, അല്ലെങ്കിൽ DNC മിസ്കാരിയേജ് ഒക്കെ വന്നിട്ട് ഇവാക്യുവേഷൻ ചെയ്തവർ, അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ, അതുപോലെ സ്മോക്കേഴ്സിന്, ഇവർക്കൊക്കെ ഈ പ്ലാസൻ്റ താഴെയാകാനുള്ള സാധ്യത മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലാണ്. അപ്പോൾ ഈ പ്ലാസൻ്റ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ പ്ലാസൻ്റ കയറിപ്പോകാൻ പറ്റുമോ? അത് സാധാരണ സ്ഥിരം ചോദിക്കുന്നൊരു ചോദ്യമാണ്. പ്ലാസൻ്റ സാധാരണ യൂട്രസ് വലുതാകുമ്പോൾ പ്ലാസൻ്റയും യൂട്രസിനോടൊപ്പം മുകളിലേക്ക് കയറിപ്പോകും. അതാണ്, അല്ലാതെ പ്ലാസൻ്റ തന്നെ മൈഗ്രേറ്റ് ചെയ്യുന്നതല്ല. യൂട്രസ് വലുതാകുമ്പോൾ ആ താഴെ നിന്ന് അതിൻ്റെ പൊസിഷൻ മുകളിലേക്ക് കയറും. എന്താണ് ഈ പ്ലാസൻ്റ? പ്ലാസൻ്റ എന്ന് പറയുമ്പോൾ സാധാരണ കുഞ്ഞിന് വേണ്ട ആവശ്യമുള്ള ന്യൂട്രിയൻസ്, ഓക്സിജനും ഒക്കെ അമ്മയുടെ ബ്ലഡിൽ നിന്ന് കുഞ്ഞിലേക്ക് കൊടുക്കുന്നത് പ്ലാസൻ്റയാണ്. അതുപോലെ വേസ്റ്റ് മെറ്റീരിയൽ കുഞ്ഞിൽ നിന്നും അമ്മയുടെ ബ്ലഡിലേക്ക് റിമൂവ് ചെയ്ത് വരുന്നതും ഈ പ്ലാസൻ്റയാണ് അങ്ങനെ ചെയ്യാൻ സഹായിക്കുന്നതും. അപ്പോൾ സാധാരണ ഈ പ്ലാസൻ്റ എവിടെയാണ് ലൊക്കേറ്റഡ്? യൂട്രസിൻ്റെ ആ ലൈനിങ്ങിൽ, എൻഡോമെട്രിയത്തിൻ്റെ ആ ലൈനിങ്ങിലാണ് ഈ പ്ലാസൻ്റ ലൊക്കേറ്റഡ്. അത് കുഞ്ഞുമായിട്ട് ബന്ധിക്കപ്പെടുന്നത് ആ കോഡ് വഴിയാണ്, അംബിലിക്കൽ കോഡ് വഴിയാണ്. പിന്നെ നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ഇംപ്ലാന്റേഷൻ? സാധാരണ കുഞ്ഞ് എവിടെയാണോ ആ ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് എവിടെയാണോ ഇംപ്ലാന്റ് ചെയ്യുന്നത് അവിടെ തന്നെയായിരിക്കും ഈ പ്ലാസൻ്റയുടെ ഡെവലപ്മെൻറ്റും ഉണ്ടാകുക. യൂഷ്വലി അത് യൂട്രസിൻ്റെ മുകളിൽ, ആ ഫണ്ടൽ റീജിയനിൽ, അല്ലെങ്കിൽ സൈഡ്സിലാകാം, ചിലപ്പോൾ മുൻപിലാകാം, പുറകിലാകാം. പക്ഷേ ഇത് താഴെയാകുമ്പോഴാണ് ഈ പ്ലാസൻ്റ ലോ എന്ന് നമ്മൾ പറയുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യൂഷ്വലി പ്ലാസൻ്റ മുകളിൽ അതിൻ്റെ ആ ലൊക്കേഷൻ നോർമലി അത് നോർമലൈസ്ഡ് ആകുമെങ്കിലും സെൻട്രൽ പ്ലാസൻ്റ നമ്മൾ പറയും, താഴെയായിട്ട് പ്ലാസൻ്റ യൂട്രസിൻ്റെ നെക്ക് കവർ ചെയ്ത് വരുന്ന ആ കണ്ടീഷനിൽ യൂഷ്വലി അത് താഴെ തന്നെ നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ് മറ്റു ലോ ലൈൻ പ്ലാസൻ്റയെ അപേക്ഷിച്ച്. പിന്നെ എന്താണ് ഈ പ്ലാസൻ്റ താഴെയാണെങ്കിലുള്ള റിസ്ക് എന്ന് നോക്കാം. അമ്മയുടെ റിസ്ക് എന്ന് പറയുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവാനുള്ള സാധ്യത. അപ്പോൾ സാധാരണഗതിയിൽ ഏത് സമയത്തും പെയിൻലെസ് ബ്ലീഡിംഗ് ആണ് ഇതിൻ്റെ പ്രത്യേകത. യൂഷ്വലി സെക്കൻഡ് ട്രൈമസ്റ്ററിൽ, അതായത് ഒരു 5 മാസം 6 മാസമൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ സെക്ഷൽ റിലേഷന് ശേഷം ബ്ലീഡിംഗ് ആയിട്ട് വരുമ്പോഴാണ് ചിലപ്പോൾ മിക്കവരും പ്രസൻറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഈ പ്ലാസൻ്റ 5-ാം മാസത്തിലെ സ്കാനിൽ താഴെയാണെന്ന് കണ്ടാൽ നമ്മൾ അവരോട് അഡ്വൈസ് ചെയ്യും സെക്ഷൽ റിലേഷൻ പാടില്ല എന്ന്. പക്ഷേ അവർക്ക് സാധാരണ ഫുൾ ബെഡ് റെസ്റ്റിൻ്റെ ആവശ്യമില്ല. അവർക്ക് സാധാരണ കാര്യങ്ങൾ, അവർക്ക് കിച്ചണിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോ കൈകൊണ്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോ ഒന്നും കുഴപ്പമില്ല. സാധാരണ ലെവൽ ഗ്രൗണ്ടിൽ നടക്കുന്നതിനോ ഒന്നും കുഴപ്പമില്ല. പക്ഷേ സ്ട്രെനുവസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക, സെക്ഷൽ റിലേഷൻ അവോയ്ഡ് ചെയ്യുക, അങ്ങനെ നമ്മൾ അവരോട് അഡ്വൈസ് ചെയ്യാറുണ്ട്. പ്ലാസൻ്റ ഏറ്റവും താഴെയാണെങ്കിൽ നമ്മൾ അവർക്ക് 2 ഇഞ്ചക്ഷൻ കൊടുക്കും, കുഞ്ഞിൻ്റെ ലങ്സ് മച്ചുറാവാൻ. സാധാരണ ഏത് സമയത്ത് വേണമെങ്കിലും ഒരു ബ്ലീഡിംഗ് ആയിട്ട് വരാമല്ലോ. അപ്പോൾ കുഞ്ഞിൻ്റെ ലങ്സ് മച്ചുറാവാൻ ഒരു 32 ആഴ്ചയൊക്കെ ആയി കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇഞ്ചക്ഷൻ 2 ഡോസ് കൊടുക്കാറുണ്ട്. അവർക്ക് ബ്ലീഡിങ്ങിൻ്റെ, അവർക്ക് നേരത്തെ ഡെലിവറി ചെയ്യാൻ സാധ്യത കൂടുതലുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ലങ്സ് മച്ചുറാകാൻ വേണ്ടിയാണിത്. പിന്നെ ഡെലിവറി കഴിഞ്ഞാൽ അമ്മയ്ക്കുണ്ടാകാവുന്ന പ്രോബ്ലം ബ്ലീഡിംഗ് ആണ്. നോർമൽ ഡെലിവറി പ്ലാസൻ്റ ഈ ലോ ലൈങ് അല്ലെങ്കിൽ പ്ലാസൻ്റ ഏറ്റവും താഴെയുള്ള പ്ലാസൻ്റ പ്രീവിയയ്ക്ക്
നോർമൽ ഡെലിവറി പറ്റില്ല, അവർക്ക് സിസേറിയൻ സെക്ഷൻ തന്നെ വേണ്ടി വരും. കാരണം നോർമൽ ഡെലിവറിയുടെ സമയത്ത് ഈ യൂട്രസ് സ്ട്രെച്ച് ചെയ്യുമ്പോൾ, ആ സർവിക്സ് സ്ട്രെച്ച് ചെയ്യുമ്പോൾ പ്ലാസൻ്റ വിട്ടു പോകാനും സിവിയർ ബ്ലീഡിങ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുപോലെ ഈ പ്ലാസൻ്റ താഴെയായിട്ടുള്ള പ്രഗ്നൻറ്റ് ലേഡീസ് പെയിനായിട്ടോ ചെറിയ ബ്ലീഡിംഗ് ആയിട്ടോ ഏത് സമയത്ത് എമർജൻസി വന്നാലും നമ്മൾ വജൈനൽ എക്സാമിനേഷൻ ചെയ്യാറില്ല. അപ്പോൾ വജൈനൽ എക്സാമിനേഷൻ ചെയ്താൽ നമ്മൾ ആ പ്ലാസൻ്റയിലേക്കായിരിക്കും നേരെ ടച്ച് ചെയ്യുക. അപ്പോൾ സിവിയർ ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു, യൂഷ്വലി അവർക്ക് ഈ പ്ലാസൻ്റ ഇങ്ങനെ താഴെയായിട്ടാണെങ്കിൽ അവർക്ക് അബ്നോർമൽ പ്രസൻറ്റേഷൻ ആവാം. ചിലപ്പോൾ വിലങ്ങനെ ആയിരിക്കാം കുഞ്ഞ് കിടക്കുക, ചിലപ്പോൾ ബ്രീച്ചായിട്ട് തല തിരിഞ്ഞായിരിക്കാം കിടക്കുക. കാരണം താഴെയുള്ള സ്പേസ് പ്ലാസൻ്റ ഓക്കുപ്പൈ ചെയ്യുന്ന കാരണം ഈ കുഞ്ഞിൻ്റെ കിടപ്പിനും വ്യത്യാസം വരാം. കുഞ്ഞുങ്ങൾക്ക് ഇതുകൊണ്ട് എന്ത് പ്രോബ്ലം ഉണ്ടാകാമെന്ന് ചോദിച്ചാൽ ഇതുപോലെ തന്നെ അബ്നോർമൽ പൊസിഷൻ ആവാം. പക്ഷേ അവർക്ക് ഡെലിവറി ചിലപ്പോൾ നേരത്തെ ബ്ലീഡിങ് ഹെവി ആണെങ്കിൽ, സിവിയർ ബ്ലീഡിങ് ഉണ്ടായാൽ ഏത് സമയത്താണെങ്കിലും കുഞ്ഞിൻ്റെ മച്യൂരിറ്റി ഒക്കെ നമുക്ക് അതൊക്കെ അസസ് ചെയ്തിട്ട് കുഞ്ഞിനും അമ്മയ്ക്കും സേഫായിട്ടുള്ള ഒരു പൊസിഷൻ വരെ എത്തിക്കാമെങ്കിൽ നമ്മൾ മാക്സിമം ശ്രമിക്കും. പക്ഷേ എപ്പോഴും അമ്മയുടെ ലൈഫിനാണല്ലോ പ്രാധാന്യം. ഇപ്പോൾ സിവിയർ ബ്ലീഡിങ് വന്നാൽ ഏത് സമയത്താണെങ്കിലും സിസേറിയൻ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ എപ്പോഴും അവരോട് സാധാരണഗതിയിൽ എപ്പോഴും അവരോട് അവരുടെ ഹീമോഗ്ലോബിൻ ലെവൽ നല്ലൊരു ലെവലിൽ എത്തിക്കാനായിട്ട് അതനുസരിച്ച് അയൺ ടാബ്ലറ്റ് കഴിക്കണമെന്നും ഫുഡിൽ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ അഡ്വൈസ് ചെയ്യും. അവരുടെ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആളുകളെ, ആ സെയിം ഗ്രൂപ്പുള്ളവരെ ഏത് സമയത്തും നമുക്ക് ബ്ലീഡിംഗ് ആയിട്ട് വന്നാൽ അവൈലബിൾ ആകണം, അവർ രണ്ടുപേരെങ്കിലും പറഞ്ഞു വെക്കണം, വിളിച്ചാൽ അവരുണ്ടാവണം എന്നൊക്കെ നമ്മളെപ്പോഴും. ബ്ലഡ് ബാങ്കിൽ ഏതെങ്കിലും കാരണവശാൽ ബ്ലഡ് ഇല്ല എങ്കിൽ അങ്ങനെ അമ്മയ്ക്ക് എമർജൻസി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വരേണ്ട സമയത്തൊക്കെ അങ്ങനെ പ്രോബ്ലം ഉണ്ടാകാതിരിക്കുവാൻ നമ്മൾ അവരോട് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. സാധാരണ പിന്നെ നമ്മൾ പറയുക അവരെ അഡ്മിഷൻ ആക്കുന്നത്, നേരത്തെ തന്നെ അഡ്മിഷൻ ആക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും. പ്രത്യേകിച്ച് കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ് ആദ്യമേ തന്നെ ഇപ്പോൾ ഒരു 10-28 ആഴ്ച മുതലൊക്കെ തുടങ്ങിയാൽ യൂഷ്വലി അവർക്ക് അല്പം നേരത്തെ ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ കൂടുതൽ വീട് കുറച്ച് ദൂരെ ആയിട്ടുള്ളവർ, അല്ലെ വീട്ടിൽ നിന്ന് എപ്പോഴും കൂടെ ആളുകളില്ലാത്തവർ, അവർക്ക് ഒരു എമർജൻസി വന്നാൽ ഹോസ്പിറ്റലിൽ വരാൻ സമയമെടുക്കുമെങ്കിലൊക്കെ നമ്മളൊരു 34 വീക്സ് കഴിയുമ്പോൾ അവരെ ഹോസ്പിറ്റലൈസ് ചെയ്യും. അല്ലെങ്കിൽ സാധാരണ വീട്ടിൽ ഈ ഒരു കണ്ടീഷൻസ്, ഈ റിസ്ക് ഒക്കെ പറഞ്ഞിട്ട് അവർക്ക് അപ്പം ആക്സസിബിലിറ്റി ഈസിയാണ്, വീടിനടുത്തൊക്കെ ഹോസ്പിറ്റലിനൊക്കെ അടുത്താണെങ്കിൽ നമ്മൾക്ക് അവരെ വീട്ടിൽ നിൽക്കാനും അനുവദിക്കും. സിസേറിയൻ്റെ സമയം യൂഷ്വലി 37 ആഴ്ചയ്ക്കകമാണ് സാധാരണ നമ്മൾ സിസേറിയൻ ചെയ്യുക. ആ സിസേറിയൻ്റെ മുമ്പ് നമ്മൾ അനസ്തീഷ്യയുടെ കാര്യങ്ങൾ, യൂഷ്വലി നടുവിനുള്ള ഇഞ്ചക്ഷനും ഇപ്പോൾ പ്ലാസൻ്റ പ്രീവയ്ക്കും സേഫാണ്. അപ്പോൾ അങ്ങനത്തെ ഇഞ്ചക്ഷൻ സാധാരണ എടുക്കുക. ആവശ്യമെങ്കിൽ അത് ജനറൽ അനസ്തീഷ്യയിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ ആ പോസിബിലിറ്റിയും റിസ്ക്കുകളും ഒക്കെ നമ്മൾ പ്രത്യേകം അവരെ മനസ്സിലാക്കാറുണ്ട്. പിന്നെ തീർത്തും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ റെഫ്യൂസ് ചെയ്യുന്ന യഹോവ സാക്ഷി പോലെയുള്ള ഗ്രൂപ്പുകളൊക്കെ ആണെങ്കിൽ നമ്മൾ അവരോട് ഈ വേറെ യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ എന്നുള്ള ടെക്നിക്ക്, അതുപോലെ ഈ വെസൽസിനെ ഒക്ലൂഡ് ചെയ്യുന്ന അങ്ങനത്തെ ടെക്നിക്കൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ വേണം അങ്ങനെയുള്ളവർ സിസേറിയൻ ചെയ്യുവാനെന്ന് പറയാറുണ്ട്. കാരണം അവർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണ്ടാത്തപ്പോൾ. അപ്പോൾ ഈ പ്ലാസൻ്റ എന്താണെന്നും എന്താണ് ഇതിൻ്റെ പ്രോബ്ലം ഉണ്ടാക്കുന്നതെന്നും എന്തൊക്കെയാണ് ഇതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നന്ദി, നമസ്കാരം.